കഴിഞ്ഞ ദിവസം നമ്മൾ സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും യാൺ എങ്ങനെ ഹോൾഡ് ചെയ്യണം എന്നുള്ളതും അതുപോലെ ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ 10 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് 10 സിംഗിൾ ക്രോഷ്യ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എൻ്റെ ഫൗണ്ടേഷൻ സ്റ്റിച്ച് 11 ചെയിൻസ് ആയിരിക്കണം. അതായത് 10 സ്റ്റിച്ചസിൽ നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യും. ആൻഡ് ഹുക്കിന് തൊട്ടടുത്തുള്ള ചെയിൻ സ്റ്റിച്ച് ഈ സിംഗിൾ ക്രോഷ്യയുടെ ഹൈറ്റ് ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. സിംഗിൾ ക്രോഷ്യയുടെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു ചെയിനിൻ്റെ ഹൈറ്റാണ്. സോ അതുകൊണ്ട് ഞാനിവിടെ ഒരു ചെയിനും കൂടി ഇടുകയാണ്. നമ്മൾ ഈ ഹുക്കിൽ കാണുന്ന ഈ ലൂപ്പിനെ നമ്മൾ ചെയിനായിട്ട് കൺസിഡർ ചെയ്യില്ല. അതിൻ്റെ അടുത്തുള്ള ചെയിൻ, അതായത് ഇതാണ് ഫസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത്. നമ്മൾ ഹുക്കിൽ നിന്നും സെക്കൻഡ് ചെയിനിലാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് ചെയിൻ. ദെൻ അതിൻ്റെ തൊട്ടടുത്തുള്ള നെക്സ്റ്റ് ചെയിനിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അതുകൊണ്ടാണ് 11 ചെയിൻ വേണം എന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് 10 സിംഗിൾ ക്രോഷ്യ കിട്ടത്തുള്ളൂ. കാരണം ഫസ്റ്റ് ചെയിൻ നമ്മൾ വിട്ടുകളയും, എന്നിട്ട് സെക്കൻഡ് ചെയിനിലേക്കാണ് നമ്മൾ ആദ്യത്തെ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മുടെ ഒരു ചെയിൻ സ്റ്റിച്ച് നോക്കുമ്പോൾ അറിയാം, ഇത് കണ്ടോ, വി ഷേപ്ഡ് ആണ് ഈ ചെയിൻ സ്റ്റിച്ച് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ബാക്കിലും ഒരു ലൂപ്പുണ്ട്. സോ ഒരു ചെയിൻ സ്റ്റിച്ചിൽ 3 ലൂപ്സ് ആണ്. അതിൽ നമ്മളോട് ചേർന്ന്, നമ്മളുടെ ബോഡിയോട് ചേർന്ന് നിൽക്കുന്ന ലൂപ്പ് ഫ്രണ്ട് ലൂപ്പാണ്. ആൻഡ് നമ്മളിൽ നിന്ന് ഡിസ്റ്റൻ്റ് ആയിരിക്കുന്ന ലൂപ്പ് ബാക്ക് ലൂപ്പ്. ആൻഡ് ദെൻ ബാക്ക് ബംപ് എന്നാണ് നമ്മൾ പുറകിലുള്ള ആ ഒരു ഇതിൽ പറയുന്നത്. നമ്മളിപ്പോൾ വർക്ക് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ബാക്ക് ലൂപ്പിലേക്കാണ്. സോ നമ്മൾ നമ്മുടെ സെക്കൻഡ് സ്റ്റിച്ചിൻ്റെ ബാക്ക് ലൂപ്പിലേക്ക് അല്ലെങ്കിൽ ടോപ്പ് സ്ട്രാൻഡിലേക്ക് കയറ്റുക, ഇൻസേർട്ട് ചെയ്യുക ഹുക്ക്. എന്നിട്ട് യാൺ ഓവർ ചെയ്ത് അതിൽ കൂടി തന്നെ വലിച്ചെടുക്കുക. ആ ടോപ്പ് സ്ട്രാൻഡിൽ കൂടി തന്നെ വലിച്ചെടുക്കുക. ദെൻ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് ഉണ്ടാകും. ദെൻ അഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ബോത്ത് ദ ലൂപ്സ്. അതാണ് ഒരു സിംഗിൾ ക്രോഷ്യ. നമ്മൾ ഇപ്പോൾ വർക്ക് ചെയ്ത ചെയിനിൻ്റെ നെക്സ്റ്റ് ചെയിനിലേക്ക് നമ്മൾ വർക്ക് ചെയ്യാൻ പോവാണ്. സോ എഗെയിൻ ടോപ്പ് സ്ട്രാൻഡിലേക്ക് അല്ലെങ്കിൽ ബാക്ക് ലൂപ്പിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദാറ്റ് സെയിം ലൂപ്പ്. ദെൻ എഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ 2 ലൂപ്സ് ഓൺ ദ ഹുക്ക്. ഇതേപോലെ നമ്മൾ റിമൈനിങ് ചെയിൻസിലും സിംഗിൾ ക്രോഷ്യേസ് ചെയ്യണം. ആൻഡ് നമ്മൾ ലാസ്റ്റ് ചെയിൻ വരുമ്പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതും കാണിച്ചു തരാം. സെയിം തന്നെയാണ്. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് റോ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയുന്നത്. സോ നമ്മൾ നമ്മുടെ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് നോക്കി അറിയാം, ഈ സ്ലിപ്പ് നോട്ടാണ് ഈ ഉള്ളത്. അതിൻ്റെ തൊട്ടടുത്തുള്ള ചെയിനാണ്. ആൻഡ് അതിൻ്റെ ടോപ്പ് സ്ട്രാൻഡിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ ടോപ്പ് സ്ട്രാൻഡ് ആൻഡ് ദെൻ അഗെയിൻ യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ദ 2 ലൂപ്സ്. സോ നമ്മുടെ ലാസ്റ്റ് സിംഗിൾ ക്രോഷ്യയും നമ്മൾ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ നെക്സ്റ്റ് റോ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ആൻഡ് എപ്പോഴും കൗണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക സ്റ്റിച്ചസ്. സോ ദാറ്റ്സ് ഓൾ. ബൈ.